ഓൾറെഡി നമ്മൾ ഈ ഒരു റിസോർട്ടിലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ പ്രീമിയം കാറ്റഗറിയിലെ ട്രീ ഹട്ട് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലുള്ള 2 ട്രീ ഹട്ടുകളാണ്. രണ്ടും സെയിം സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു റിസോർട്ടിലെ തന്നെ ഒരു കോർണർ ഭാഗത്ത് വളരെ നല്ല പ്രൈവസിയോടുകൂടി വരുന്ന ഒരു കോട്ടേജാണിത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത്രയും ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആനയോ മറ്റോ താഴെ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ട്രീ ഹട്ടുകളൊക്കെ ഇത്രയും ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും ആവശ്യത്തിനുള്ള സ്പേസേ ഉള്ളൂ. ലാർജ് സ്പേസിൽ റൂമല്ല കൊടുത്തിട്ടുള്ളത്. ബെഡൊക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇലക്ട്രിക് കെറ്റിൽ, അതേപോലെ തന്നെ ടീ സപ്ലൈസ് എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിലും AC റൂമാണ്. എല്ലാ റൂംസും AC റൂംസാണല്ലോ. ഈ ഒരു ബെഡിൻ്റെ സൈഡിലുള്ള ഗ്ലാസ് വഴി നമുക്ക് പുറത്ത് കൊടുത്തിരിക്കുന്ന കാഴ്ചകളൊക്കെ ശരിക്കും കാണാൻ സാധിക്കും. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ 3 മെമ്പേഴ്സ് ആണെങ്കിൽ ഒരു ചെറിയ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള ഒരു സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ പോർഷനിൽ ഒരു നല്ലൊരു ബാൽക്കണി വ്യൂ വരുന്നുണ്ട്. ഞാനതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അപ്പർ പോർഷൻ. ഈ ഒരു അപ്പർ പോർഷനിൽ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-3 പേർക്കൊക്കെ ഇരുന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ പ്ലസ് പോയിൻ്റ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ തന്നെയാണ് ഈ ഒരു സ്റ്റേയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ താഴത്തെ വയലും അതേപോലെ അപ്പുറത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ആ ഒരു തിക്ക് ഫോറസ്റ്റൊക്കെ ഇവിടുന്ന് എൻജോയ് ചെയ്യാം. പിന്നെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പോണ്ട് നമുക്ക് ഫിഷിങ്ങിനൊക്കെ തരുന്നതാണ്. വൈകുന്നേരം 5:30 വരെ നമുക്ക് അവിടെ പോകാനും ഫിഷിങ്ങൊക്കെ ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ കയറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ട്രീ ഹട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിന് ആവശ്യത്തിനുള്ള സ്പേസും അതേപോലെ തന്നെ എല്ലാം തന്നെ വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക്. നമ്മൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞതാണ്. ബാത്റൂം വളരെ ക്ലീനായിട്ടും നീറ്റായിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രീ ഹട്ടിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഇനി നമുക്കിവിടെ കാണാൻ ബാക്കിയുള്ളത് പിന്നെ ഒരു ഹെറിറ്റേജ് ടൈപ്പ് കോട്ടേജാണ്. അതും കൂടെ കാണാം. നിങ്ങൾക്ക് ഇവിടെയാണ് ബുക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും അതേപോലെ മെമ്പേഴ്സിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ വീഡിയോ എല്ലാം തന്നെ ഇതേപോലെ പാർട്ടായിട്ട് ഇടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിലേക്ക്